പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വേദയെ അവളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കണമെന്ന് കമല തീർത്തു പറയുന്നുണ്ട്. അതിന് തയ്യാറാവാതെ വിക്രം അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും വേദയും തൻ്റെ തീരുമാനം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അമ്മ ഇപ്പോൾ പറഞ്ഞത് മാറ്റി പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് കേൾക്കുന്നതുവരെ വിക്രമിൻ്റെ ഭാര്യയായി ഞാൻ ഇവിടെ തുടരും. അമ്മയത് തുറന്നു പറയുന്ന നിമിഷം വിക്രം എന്നെ അനുവദിക്കുമെങ്കിൽ അമ്മയുടെ കൂടി ആശീർവാദത്തോടെ ഞാൻ ഈ വീടിനെ വെളിയിൽ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടുന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. സങ്കടത്തോടെ കമലാമ്മയും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. കൂടെ തന്നെ അതിഷ്ടപ്പെടാതെ നന്ദിനിയും വിനായകനും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. വിശ്വവും തൻ്റെ ജോലിക്കായി യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. ടെൻഷനോടെ നിൽക്കണ രാധയെ നോക്കിക്കൊണ്ട് നന്ദിനിയും അകത്തേക്കായി കയറി പോകുന്നുണ്ട്. മാഷെ രാധയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, രാധേ, മേളം കഴിഞ്ഞു, പങ്കാളികളെല്ലാം പിരിഞ്ഞു, കാഴ്ച കാണാൻ വന്നവർ ഇനിയും കാത്തു നിൽക്കണോ? ചോദിക്കുമ്പോഴേക്കും രാധ സങ്കടത്തോടെ പോവാൻ തുടങ്ങുമ്പോഴേക്കും മാഷ് അവളെ തിരിച്ചു വിളിച്ചോണ്ട് പഠിക്കണ കാലത്ത് കോളേജുകളിൽ ചൊല്ലിക്കേട്ടിരുന്ന ഒരു കവിതയുണ്ട്. അവൻ സ്നേഹിച്ചവർ മറ്റാരെയോ സ്നേഹിച്ചു, അവനെ സ്നേഹിച്ചവരോ അവന്റെ സ്നേഹം കിട്ടാതെ മരിച്ചു. അവന്റെ സ്ഥാനത്ത് അവൾ എന്നായാലും അർത്ഥത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. സ്നേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കുട്ടി. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതെന്നും ദുരിതവും സങ്കടവും മാത്രമേ തരൂ. എത്രയും പെട്ടെന്ന് ആ സങ്കട കടൽ താണ്ടി പോവാൻ നോക്കണം, അല്ലെങ്കിൽ നാശം മാത്രമേ സംഭവിക്കൂ എന്ന് മാഷ് പറയുമ്പോഴേക്കും രാധ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് തൻ്റെ റൂമിലെ കട്ടിലിൽ സങ്കടത്തോടെ ഇരിക്കുന്ന കമലമ്മയുടെ അടുത്തേക്ക് സുധാകരൻ മാഷ് എത്തുന്നുണ്ട്. മാഷെ കമലയുടെ അടുത്ത് വന്നിരുന്നോണ്ട് ഇന്ന് പുറത്ത് പെരുമാറിയത് എനിക്കറിയാവുന്ന കമലയല്ല, ശരിയല്ലെന്ന് ചോദിക്കുന്നുണ്ട്. വേദയോട് അങ്ങനെ ഒരു നിലപാടെടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുക. ഒന്നുകിൽ ആരെങ്കിലും നിന്നെ സ്വാധീനിച്ചിരിക്കും. ഇവിടെ നിന്നാൽ വേദയ്ക്ക് ആപത്താണെന്ന് കരുതി അത് അവളുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും. മിക്കവാറും അവളുടെ മുത്തശ്ശി, അല്ലെങ്കിൽ നിന്റെ മകന്റെ ജീവിതം ഒരു പാഴ് ജീവിതമാണെന്ന് നീ മനസ്സിലാക്കിയിരിക്കും. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നത് നിനക്ക് താങ്ങാൻ പറ്റിയതാവാം. നീ ആ നിലപാടെടുത്തത്. ലോകം മുഴുവൻ തള്ളി പറഞ്ഞാലും പകരം തള്ളി പറയാത്ത അമ്മയാണ് നീ എന്നുള്ളതുകൊണ്ട് ആദ്യത്തിനായിരിക്കും സാധ്യത കൂടുതൽ. എല്ലാ വിരലുകളും ഒരാളുടെ നേരെ ചൂണ്ടപ്പെടുമ്പോൾ ചൂണ്ടപ്പെടുന്ന ആളിനും ഒരു ശരിയുണ്ടാവുമെന്ന പക്ഷക്കാരനാ ഞാൻ. വേദയുടെ ആ ശരിയുടെ കൂടെ ഞാൻ ഉണ്ടാവും, അതിനി തെറ്റാണെങ്കിലും എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് സുധാകര മാഷ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടേ. കമലമ്മയും സങ്കടത്തോടെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. തൻ്റെ റൂമിൽ കസേരയിൽ കണ്ണടച്ചിരിക്കുകയാണ് വിക്രം. അരികെ തന്നെ കട്ടിലിൽ വേദയും ഇരിപ്പുണ്ട്. വേദ വിക്രമിനോടായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയത് വലിയൊരു ചാൻസ് ആയിരുന്നു, അത് നിങ്ങൾ പാഴാക്കി കളഞ്ഞു. ഒരു നിമിഷം പോലും ഞാൻ ഭാര്യയായി കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചില്ലെന്ന് എന്തേ പറഞ്ഞില്ല? ഈ വീട്ടിൽ നിന്ന് എന്നെ എന്നേക്കുമായി തുരത്താൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നില്ലേ? അത് ഉപയോഗിക്കാതിരുന്നത് വലിയ കഷ്ടമായില്ലേ? ഏതായാലും ഇന്നെനിക്ക് വിക്രം മിണ്ടാതിരുന്നത് ഇഷ്ടായി. എതിർത്ത് പറയാത്തതിനർത്ഥം വിക്രം ഞാൻ പറഞ്ഞത് സമ്മതിക്കുന്നുണ്ടെന്നല്ലേ? മറിച്ച് വല്ലതും പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ ശരിക്കും ചമ്മിപ്പോയേനെ. ഇനി ഇയാളുടെ ഉള്ളില് അങ്ങനെ വല്ല ഇഷ്ടവും എന്നോട് തുടങ്ങിയോ എന്ന് വേദ സ്നേഹത്തോടെ ചോദിക്കുമ്പോഴേക്കും അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വിക്രം ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടേ. വിക്രം നിക്ക്, പറഞ്ഞിട്ട് പോകുന്നേന്നും പറഞ്ഞ് വേദ അവൻ്റെ കൂടെ ചെല്ലുമ്പോഴേക്കും അവൻ തൻ്റെ ബൈക്കിൽ കയറി കഴിഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിക്രം എന്ന് വേദ വീണ്ടും ചോദിക്കുമ്പോഴേക്കും വിക്രം തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ടേ. അവിടെ അടിച്ചു വാരിക്കൊണ്ടിരുന്ന നന്ദിനി വേദയുടെ നിൽപ്പും വിക്രത്തിൻ്റെ പോക്കും കണ്ട് എന്ത് ചോദ്യത്തിന് അവൻ ഉത്തരം തരാതെ പോയതെന്ന് വേദയോടായി ചോദിക്കുന്നുണ്ട്. ബാലരാമപുരത്തെ കോയമ്പത്തൂർ മുല്ലപ്പൂ കിട്ടും, വരുമ്പോൾ 4 മുഴം മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതാ. കുറച്ച് മുടിയിലും ചൂടാം, ബാക്കിയുള്ളത് കട്ടിലും വിതറാം എന്ന് വേദ പറയുമ്പോൾ എന്നിട്ട് എന്തു പറഞ്ഞു എന്ന് നന്ദിനിയും. മുടിയിൽ ചൂടാനുള്ളത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു, കട്ടിലിൽ വിതറാനുള്ളതിൻ്റെ കാര്യം പറഞ്ഞില്ല. വിക്രം ഒട്ടും റൊമാൻറ്റിക് അല്ലെന്നേ എന്ന് വേദ പറയുമ്പോഴേക്കും അയ്യടാ അവളുടെ ഒരു റൊമാൻറ്റിക്, അവൻ എന്നാ എടുത്ത് പുറത്തേക്ക് എറിയുന്നെന്ന് നോക്കിക്കോന്ന് നന്ദിനിയും പറയുന്നുണ്ട്. ഏയ്, ഇന്ന് ഇത്രയും ബഹളമുണ്ടായിട്ടും വിക്രം എനിക്കെതിരെ വല്ലതും പറഞ്ഞോ? ഇല്ലല്ലോ. സത്യത്തിൽ എന്നോട് വലിയ കാര്യ പുറത്ത് കാണിക്കാത്തതാ എന്ന് വേദ പറയുമ്പോൾ അയ്യോ ഒന്നുമല്ല, നിന്നോട് അവന് ഒരു താല്പര്യമില്ല. ഈ കാട്ടിവെച്ചു നടന്നു എന്നൊക്കെ പറയുന്നതേ നിന്റെ ഭാവനയാ, ഈ മനോരോഗം കൊണ്ട് നീ സങ്കല്പിച്ചുണ്ടാക്കുന്ന അസംബന്ധം എന്ന് നന്ദിനിയും പറയുന്നുണ്ട്. അത് കേൾക്കെ വേദ പറയുന്നുണ്ട്, അയ്യടാ അത് കണ്ടുപിടിച്ചല്ലേ. ശരിക്കും ഞാൻ നന്ദിനിയടത്തിയോട് വെറുതെ പറഞ്ഞതാന്ന്. അതൊക്കെ എനിക്ക് അപ്പോഴേ മനസ്സിലായി. സിംഹവും സിംഹിയും കൊമ്പനും പിടിയും മീനും മുതലും ആരെങ്കിലും അത്രയും വലിയൊരു പുളുകേട്ടാ വിശ്വസിക്കോടി എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ കുറച്ചു നേരത്തേക്കാണെങ്കിലും നന്ദിനിയടത്തി വിശ്വസിച്ചില്ലേ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അയ്യേ, ഞാനൊന്നും വിശ്വസിച്ചില്ല എന്ന് നന്ദിനി പറയുമ്പോൾ എന്നാ പിന്നെ ശരിക്കുണ്ടായത് ഞാൻ പറയട്ടെ എന്ന് വേദയും. എനിക്ക് നിന്റെ ഇല്ലാത്ത ഒരു റൊമാൻസും കേൾക്കണ്ട എന്ന് നന്ദിനി പറയുമ്പോൾ അയ്യോ റൊമാൻസ് അല്ല,
ഇടിയാ, നല്ല പൊരിഞ്ഞടി. ഞങ്ങളെ കെട്ടിയിരുന്നതേ കാടിനടുത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ഓടിയെത്തിയത് ശരിക്കും കാട്ടിൽ തന്നെയാ. അവിടെ വെച്ച് ഞാനും വിക്രവും വഴി പിരിഞ്ഞുപോയി. വിക്രം എവിടെയെന്ന് അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനിയെടുത്തി ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നൊരു ഗുണ്ട എൻ്റെ മുന്നിൽ. ഓ കൊടും കാട്. ഞാനാണെങ്കിൽ തനിയെ പേടിച്ചു വിറച്ചു പോയി ഞാൻ എന്ന് വേദ പറയുമ്പോൾ, എന്നിട്ട് അയാൾ നിന്നെ ഒന്നും ചെയ്തില്ലെന്ന് നന്ദിനിയും ചോദിക്കുന്നുണ്ട്. നന്ദിനി ചിരിച്ചോണ്ട്, സത്യം പറ മോളെ, നിന്നെ അയാൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണേ. ആ ഗുണ്ടയുണ്ടല്ലോ എന്നെ പിടിക്കാനായി കൈ നീട്ടിയതും ടിക്കും കിട്ടി എന്ന് പറഞ്ഞോണ്ട് വേദ നന്ദിനിയുടെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ആ ഗുണ്ടയുടെ കവിളത്ത് എവിടുന്നോ വന്ന വിക്രം ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞോണ്ട് നന്ദിനിയുടെ മറ്റേ കവിളത്ത് കൂടി വേദ ആഞ്ഞടിക്കുന്നുണ്ട്. നന്ദിനി തൻ്റെ കൈകൊണ്ട് ഇരു കവിളും പൊത്തിപ്പൊടിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും വീണ്ടും ഗുണ്ട വന്നതും വിക്രം ഇടതു കൈകൊണ്ട് പടയുന്നൊരടി എന്ന് പറഞ്ഞോണ്ട് വേദ വലതു കൈകൊണ്ട് നന്ദിനിയുടെ ഇടതു കൈ തിരിച്ചു പിടിച്ച് ഇടതു കൈകൊണ്ട് നന്ദിനിയുടെ വാ പൊത്തിപ്പിടിച്ച്, കാട്ടിലെ ഗുണ്ടകൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ നന്ദിനി മനസ്സിലായിന്ന് മൂളുന്നുണ്ട്. കൂടുതൽ അറിയണമെന്ന് വേദ ചോദിക്കുമ്പോൾ നന്ദിനി വേണ്ടെന്ന് പറയണ കേട്ട് വേദ അവളുടെ പിടിവിടുന്നുണ്ടേ. വീണ്ടും നന്ദിനിയെ പിടിച്ച് തൻ്റെ നേരെ നിർത്തിക്കൊണ്ട് വേദ കാലിൽ വീഴാൻ തുടങ്ങുമ്പോഴേക്കും നന്ദിനി പേടിയോടെ മാറി നിൽക്കണ കണ്ട്, പേടിക്കണ്ട, മൂത്തവരെ തല്ലിയാ തൊട്ട് നെറുകി വെക്കണമെന്നാ, ഇല്ലെങ്കിൽ പാപം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വേദ നന്ദിനിയുടെ കാൽ തൊട്ട് വന്നിക്കുന്നുണ്ട്. അവളുടെ നേരെ കൈകൂപ്പിക്കൊണ്ട്, ഇപ്പൊ പാപം പോയി, ഇനി പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും നന്ദിനി വേഗം അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടേ. ഇരു കവിളിലും അടി കിട്ടിയ നന്ദിനി തൻ്റെ കവിളും പൊത്തിപ്പിടിച്ചുകൊണ്ട് റൂമിലെത്തി കണ്ണാടിയിൽ വന്ന് നോക്കുന്നുണ്ട്. അടി കിട്ടിയ തൻ്റെ കവിള് നോക്കിക്കൊണ്ട്, ഇത്തിരി കളറ് കുറഞ്ഞ നന്നായി, അതുകൊണ്ട് അടി കിട്ടിയതൊന്നും അറിയില്ല. ഇതാരോടും പറയാനും പറ്റത്തില്ലല്ലോ ഭഗവാനെ, പറഞ്ഞ ഒരു പട്ടിയും വിശ്വസിക്കത്തുമില്ല. എൻ്റെ വിധി, അവളെ ഞാൻ തുരത്തും, എന്തായാലും തുരത്തും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അടികിട്ടിയ കവിൾ തടവുന്നുണ്ട് നന്ദിനി. വേദനയോടെ ഓ എന്ത് ശക്തിയാ കൈക്കെന്ന് പറയുന്നുണ്ടവൾ. പിന്നീട് വർക്ക്ഷോപ്പിൽ തൻ്റെ കൂട്ടുകാരുടെ അടുത്തിരിക്കുന്ന വിക്രമിനെയാണ് കാണിക്കുന്നത്. വിക്രം അവരോടായി പറയുന്നുണ്ട്, ആ കെട്ടിടത്തിലുണ്ടായിരുന്നത് അഭിലാഷിന്റെ ആളുകൾ മാത്രമായിരുന്നില്ല, വാസവന് വേണ്ടി ഇറങ്ങിയ ഏതൊക്കെ ആളുകൾ വേറെയും ഉണ്ടായിരുന്നു. അവരുടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെടാൻ 2 രാത്രിയും 2 പകലും ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. കാട് മുഴുവനും അരിച്ചു പെറുക്കായിരുന്നു അവര് എന്ന് വിക്രം പറയുമ്പോഴേക്കും, നീ ഒളിച്ചു നടക്കായിരുന്നോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. മുമ്പിൽ ചെന്ന് പെട്ട കൂടെ ഒരു പെൺകുട്ടിയല്ലേ, അവയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള ഒരു പേടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ വാസവൻ വീട്ടിൽ കയറി വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന് വിക്രം പറയുമ്പോഴേക്കും, സഹകരണ ബാങ്കിന്റെ ജപ്തി വാസവൻ ഉണ്ടാക്കി വെച്ച കുരുക്കാണല്ലേ എന്ന് രാജേട്ടൻ ചോദിക്കുന്നുണ്ട്. അതെ രാജേട്ടാ, വീട്ടിലേക്കുള്ള കറണ്ട് വരെ അവൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആദ്യം വീട്ടിലെ കറണ്ട് റെഡിയാക്കണം, അതിനുശേഷം പിന്നെ ആ ജപ്തിയും ഒഴിവാക്കണം എന്ന് വിക്രം പറയുന്നുണ്ട്. കറണ്ടിന്റെ കാര്യം നമുക്ക് ഇന്ന് തന്നെ നേരെയാക്കാം, പക്ഷേ ബാങ്കിലെ കാര്യം എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോൾ, അതിന് വഴി കണ്ടെത്തണം, നേരായ വഴിയിലൂടെ എന്തായാലും നടക്കില്ല എന്ന് വിക്രം പറയുമ്പോൾ, ഞങ്ങൾ എന്തായാലും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുമെന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ സഹായം എനിക്ക് വേണം, പക്ഷേ അതെങ്ങനെ വേണമെന്ന് ഞാൻ പിന്നീട് പറയാം എന്ന് വിക്രം പറയുമ്പോൾ, അതൊക്കെ ശരി തന്നെ, പക്ഷേ ആദ്യം ശ്രീനി സാർ എന്താ പറയുന്നതെന്ന് നോക്കണം. 2 ദിവസമായി നിന്നെ കാണണമെന്ന് പറയുന്നെന്ന് രാജേട്ടൻ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ ചെന്നു കാണാം, രാജേട്ടനും കൂടി വായെന്ന് വിക്രം പറയുന്നുണ്ട്. താനിതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വരാമെന്ന് രാജേട്ടനും പറയുന്നുണ്ട്. പിന്നീട് വീട്ടിൽ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്ന സുധാകര മാഷിനെയും അടുത്ത് തന്നെ ഇരിക്കുന്ന ഭാര്യ കമലയെയുമാണ് കാണിക്കുന്നത്. ശ്രീജയും നന്ദിനിയും അവിടെ അടുക്കളയിൽ പാചകത്തിലായിരുന്നു. അപ്പോഴാണ് സുധാകര എന്നും വിളിച്ചോണ്ട് വിക്രത്തിന്റെ അച്ഛമ്മ അങ്ങോട്ട് വരുന്നത്. അയ്യോ അച്ഛമ്മ എന്ന് നന്ദിനി നിലവിളിക്കുമ്പോഴേക്കും, എന്താടി അയ്യോന്ന്, ഞാൻ നിന്നെ പേടിപ്പിച്ചോന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ലാന്ന് നന്ദിനി പറയുമ്പോഴേക്കും, അപ്പോ ഹായ് അച്ഛമ്മ എന്ന് പറയണം, അല്ലാതെ അയ്യോ അച്ഛമ്മ എന്ന് വേണ്ട എന്ന് അച്ഛമ്മ പറയണ കേട്ട് ഹായ് അച്ഛമ്മ എന്ന് നന്ദിനിയും കമലയുടെയും മാഷിന്റെയും അടുത്തേക്ക് ചെന്ന് വേദ എവിടെയെന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. കമല ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും, നിന്നോട് ചോദിച്ചത് കമലെ, വേദ എവിടെയെന്ന്. അകത്തുണ്ടെന്ന് കമല പറയുമ്പോൾ, എന്ന് വിളിക്കുന്ന അച്ഛമ്മയും. കമല വീണ്ടും മിണ്ടാതിരിക്കണ കണ്ട് വിളിക്കാനാ പറഞ്ഞതെന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും വേദയെന്ന് നന്ദിനി അവിടെ നിന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. വേദമോളെ, ദേ നിന്റെ അച്ഛമ്മ വന്നിരിക്കുന്നു എന്ന് നന്ദിനി വിളിച്ചു പറയുമ്പോഴേക്കും, ഞാനെന്താടി നിന്റെ അച്ഛമ്മയല്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. അതേ അച്ഛമ്മയെന്ന് നന്ദിനി പറയുമ്പോഴേക്കും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇടയിലെ പൂള് വെക്കാൻ കിട്ടുന്ന അവസരമൊന്നും നീ കളയില്ലല്ലോ എന്ന് അച്ഛമ്മ പറയുമ്പോഴേക്കും ചിരിച്ചോണ്ട് വേദയും അങ്ങോട്ട് വരുന്നുണ്ടേ. സന്തോഷത്തോടെ അവൾ അച്ഛമ്മയെ കണ്ട്, അച്ഛമ്മ എപ്പോഴാ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ദാ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ, മോളിങ് വാ എന്ന് അച്ഛമ്മ വിളിക്കുമ്പോഴേക്കും നന്ദിനി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ഈ കേൾക്കുന്നത് മോളെ, സാവിത്രിയമ്മ പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് അച്ഛമ്മ പറയുമ്പോൾ, അതൊന്നും സാരയില്ല അച്ഛമ്മേ എന്ന് വേദ പറയുമ്പോൾ, എന്നാലും ഉശിരുള്ള എൻ്റെ പേരക്കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് നീ പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു, അതാണ് അവൻ്റെ മിടുക്കെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്.
അപ്പോഴേക്കും മാഷെ കഞ്ഞി കുടിക്കുന്നിടത്തുനിന്ന് എണീറ്റ് പോവാൻ തുടങ്ങണ കണ്ട്, നീ നിർത്തണ്ട സുധാകര, ഞാനിപ്പോഴും അവനെ പറ്റി എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ നിനക്ക് ഇപ്പോഴും ചൊരുക്കാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത് എന്ന് മാഷ് ചോദിക്കുമ്പോൾ ഏതോ ഒരു MLA ഗുണ്ടകളെ അയച്ചപ്പോൾ വിക്രം അവരെ ഓടിച്ചു വിട്ട് ഇവളെ രക്ഷിച്ചില്ലേ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. ഓ, അങ്ങനെയാണോ അമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഏതോ ഒരു MLA അല്ല, എന്തിനും പേര് കേട്ട വാസവൻ MLA. അയാളുടെ മകനെ വഴിയിലിട്ട് തല്ലിച്ചതച്ച് കൊല്ലാറാക്കിയെന്ന കുറ്റത്തിന് വിക്രമിനെ ഇവളുടെ അച്ഛൻ ജാമ്യത്തിൽ വിട്ടു. അതിന്റെ പക തീർക്കാനാ അയാൾ ഇവളെ പിടിച്ചോണ്ട് പോയത്. ആ ശ്രമത്തിൽ ജീവൻ പോയത് ആ ഓട്ടോക്കാരി ജീനയും. വാസവന്റെ പിടിയിൽ നിന്നും ഈ കുട്ടി രക്ഷപ്പെട്ടെങ്കിൽ അത് കൊച്ചുമകന്റെ മിടുക്കല്ല, ഈ കുട്ടിയുടെയും ഇവളെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥന കൊണ്ടാ എന്ന് മാഷ് പറയുമ്പോഴേക്കും നന്ദിനി അവരുടെ അടുത്തേക്ക് വന്ന്, അയാൾക്കെതിരായി മൊഴി കൊടുത്ത ആളല്ലേ വേദ, പിന്നെ അയാൾ എന്തിനെ വേദയെ പിടിച്ചോണ്ട് പോകുന്നത്? എനിക്കിപ്പോഴും ഇത് മുഴുവനായിട്ടും അങ്ങ് വിശ്വസിക്കാൻ തോന്നുന്നില്ലെന്ന് നന്ദിനിയും. ശ്രീജ എപ്പോഴേക്കും അങ്ങോട്ട് വന്ന്, നന്ദിനി നീ ഒന്നും മിണ്ടാതെ നിൽക്കോ, ആ വാസവൻ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കിയപ്പോ നീ ഉണ്ടായിരുന്നില്ല ഇവിടെ എന്ന് ശ്രീജ നന്ദിനിയെ വഴക്കു പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എനിക്ക് സങ്കടം അതിലല്ല അച്ഛമ്മേ, ഞാൻ കാരണം ഈ വീടിന്റെ ജപ്തി നടപടി അയാൾ വേഗത്തിലാക്കി, ആ പാവം ജീനയുടെ ജീവൻ കൂടി എന്ന് വേദ പറയുമ്പോഴേക്കും, അതിന് നീ എങ്ങനെയാ കാരണമാവുന്നത്? ആ കുട്ടി നിനക്ക് പിറകെ ഓടിയപ്പോ വേറൊരു വണ്ടി വന്ന് തട്ടി, അതിന് കാരണം നീയല്ലല്ലോ, നിന്നെ വഴിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോവാൻ നോക്കിയവരാ. കേസ് കൊടുക്കേണ്ടത് ആ MLAക്കെതിരെയാ, പിന്നെ വീടിന്റെ ജപ്തി അത് സുധാകരന്റെ മക്കൾ വരുത്തിവെച്ച കടമല്ലേ, ഉത്തരവാദികൾ അവരാ, അല്ലാതെ നീ അല്ലെന്ന് പറഞ്ഞ് അച്ഛമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടേ. അപ്പോഴേക്കും അച്ഛമ്മ സുധാകരനോടായി പറയുന്നുണ്ട്, അയാൾക്കെതിരെ ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് പോലീസിനും കളക്ടർക്കും മുഖ്യമന്ത്രിക്കും ഒരു പരാതി കൊടുക്കാൻ മേലായിരുന്നോ സുധാകര നിനക്കെന്ന്? ഒന്നുമില്ലെങ്കിലും നീ രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങിയ ഒരു അധ്യാപകനല്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ, എന്ന് വെച്ച് ഏത് നിമിഷവും വീട്ടിൽ കയറി വരാവുന്ന ഗുണ്ടകളെ പേടിച്ച് ജീവിക്കണോ ഞാൻ? വയസ്സാം കാലത്ത് ഇവളെയും എൻ്റെ മക്കൾ കെട്ടിക്കൊണ്ടുവന്ന ഈ കുട്ടികളെയും ഞാൻ എന്തു ചെയ്യും എന്ന് മാഷി ചോദിക്കുന്നുണ്ട്. നീ പണ്ടേ ഒരു പേടിത്തൊണ്ടനാ സുധാകര, ധൈര്യം എന്നുള്ളത് നിന്നെ തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് മാഷിനോടായി പറഞ്ഞുകൊണ്ട് കമലയോടായി, കമലെ ഞാൻ പറഞ്ഞിട്ടും നീ വേദയെ വിളിക്കാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായി, നിന്റെ മകനെതിരെ സാക്ഷി പറയാൻ വേദ പോയതിലുള്ള വൈരാഗ്യം അല്ലേ? വേദ സത്യമേ പറഞ്ഞിട്ടുള്ളൂ, ആ സത്യം പറഞ്ഞതുകൊണ്ടാ വിക്രമിനെ അനുകൂലിച്ച് കോടതിയിൽ വക്കീല് ഹാജരായതും അവൻ ജാമ്യത്തിൽ ഇറങ്ങിയതും. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കമലെ. കോടതിയിൽ വെച്ച് വേദയ്ക്കെതിരെ വിക്രമിനു വേണ്ടി ഹാജരായ വക്കീല് എന്തൊക്കെ വാദങ്ങൾ നിരത്തി. ഇവൾക്ക് വിഷമമുണ്ടായോ? അതെല്ലാം ഇവള് കേട്ടു നിന്നില്ലേ? വിക്രമിനെതിരെ സാക്ഷി പറയാൻ വേദ തയ്യാറായെങ്കിൽ ഇനി ഇവൾക്ക് ഇവളുടേതായ കാരണമുണ്ടാവും കമലെ. സ്വന്തം ചോരയുടെ കാര്യം വരുമ്പോ അതുവരെ കൊണ്ടു നടന്ന അടുപ്പവും സ്നേഹവും എല്ലാം ഇല്ലാതാകും അല്ലേ കമലേന്ന് അച്ഛമ്മ ചോദിക്കുമ്പോഴും കമല ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണേ. നീ ഒന്നും മിണ്ടില്ലെന്ന് എനിക്കറിയാം, നിനക്ക് എന്നോട് തർക്കിക്കാൻ ഒന്നുമില്ല, അതാണ് കാര്യം എന്ന് കമലയോടായി പറഞ്ഞുകൊണ്ട് സുധാകരനോടായി, സുധാകര ഈ വീട് ജപ്തി ചെയ്തു പോയാൽ എങ്ങോട്ട് പോകുമെന്നോർത്ത് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബാഗിൽ നിന്ന് തറവാടിന്റെ താക്കോലെടുത്ത് മുത്തശ്ശി ഡൈനിങ് ടേബിളിൽ വെക്കുന്നുണ്ട്. തറവാടിന്റെ താക്കോലാണിത്, ഇനിയുള്ള കാലം നീയും കുടുംബവും അവിടെ താമസിക്കേ, ഞാൻ എന്തായാലും കുറച്ചു കാലത്തേക്ക് അവിടെ ഉണ്ടാവില്ല. ബോംബെന്ന് ഗംഗാധരൻ വിളിച്ചിരുന്നു, അവന്റെ ഭാര്യ ഒന്ന് വീണു, അവന്റെ മൂത്ത മകളുടെ കുട്ടി ബോംബെയിൽ ഇവരുടെ വീട്ടിൽ നിന്നല്ലേ പഠിക്കുന്നത്, ആ കുട്ടിയുടെ കാര്യം നോക്കാനും അവന്റെ ഭാര്യയുടെ കാര്യം നോക്കാനും അവൻ ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടം വരെ ഒന്ന് പോയി വരാം, അതുവരെ കമല നോക്കട്ടെ തറവാട്. എന്താ കമലേന്ന് കമലയോടായി അച്ഛമ്മ ചോദിക്കുമ്പോഴേക്കും കമല സംശയത്തോടെ മാഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. മിഴിച്ചു നോക്കിയിരിക്കാതെ നീ ഇങ്ങു വന്നേ വാ കമലെന്ന് പറഞ്ഞ് അച്ഛമ്മ പോവാൻ തുടങ്ങുമ്പോഴേക്കും കമലയും എഴുന്നേറ്റ് അച്ഛമ്മയുടെ കൂടെ ചെല്ലുന്നുണ്ടേ. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അച്ഛമ്മ കമലയോടായി പറയുന്നുണ്ട്, സുധാകരൻ നിന്നെയും കൂട്ടി ഇറങ്ങിപ്പോരുമ്പോ നീ കൂടെയുണ്ടല്ലോ എന്നുള്ള ഉറപ്പായിരുന്നു എനിക്ക്. അതേ ഉറപ്പാണ് വിക്രമിന്റെ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്നത്. ആർക്കു വേണ്ടിയും നീ അതിന് ശ്രമിക്കരുത് എന്ന് അച്ഛമ്മ പറയുമ്പോൾ, അമ്മേ ഞാൻ എനിക്ക് വേണ്ടിയല്ല എന്ന് കമലയും പറയുന്നുണ്ട്. എനിക്കറിയാം, പക്ഷേ വേദയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് അച്ഛമ്മ പറയുമ്പോൾ, എനിക്ക് ആ ഉറപ്പില്ല അമ്മേ. അമ്മ പറഞ്ഞില്ലേ മാഷിന്റെ കൈപിടിച്ചു പോരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്ന്. അന്ന് എൻ്റെ ഉള്ളിൽ മാഷിനോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അനാവശ്യമായ ഒരു കാര്യത്തിലേക്കും സുധാകര മാഷെ പോവില്ല എന്ന ഉറപ്പുണ്ടായിരുന്നു. എന്റെ മകന്റെ കാര്യത്തിൽ എനിക്കും ആ കുട്ടിക്കും അതില്ല അമ്മേ. അവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ നേരെ ആവില്ല. മാഷ് പറയുന്നത് പോലെ ആ ശ്രീനിവാസന്റെ പിടിയിന്ന് അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ കുട്ടിയുടെ ജീവിതം കൂടി നശിക്കാൻ നമ്മൾ കൂട്ടു നിൽക്കണോ അമ്മ എന്ന് കരഞ്ഞോണ്ട് കമല ചോദിക്കുന്നുണ്ട്. ഞാൻ അതിന് തയ്യാറല്ല. അവളോട് ഞാനിപ്പോ മുഖം കറുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാ അമ്മേ എന്ന് കമല പറയണ കേട്ട് അച്ഛമ്മ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.